ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ പത്തിരിപ്പൊടി വെച്ചിട്ടുള്ള ദോശയാണ്. അതുപോലെ തന്നെ തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞേരാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ദോശ അടിപൊളി ദോശയാണ് കേട്ടോ. കാരണം നമുക്ക് വേഗം തന്നെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. നമ്മൾ സാധാ പത്തിരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടും. നീർദോശ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും ഈ അപ്പത്തിന്. നല്ല ടേസ്റ്റാണ്. ഇതിന് നല്ലൊരു കറിയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ദോശ ചുടുന്നതോടൊപ്പം തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ ചുരങ്ങ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഉമ്മക്ക് ഇന്ന് കല്യാണം ഉണ്ട്. ഉമ്മയും എൻ്റെ മൂത്ത മോനും ഇന്ന് കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ ചുരങ്ങ കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ വേഗം തന്നെ ചായ കുടിക്കട്ടെ. അങ്ങനെ പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വേഗം തന്നെ ഒന്ന് സോഫയിലെ കുഷ്യനൊക്കെ ഒന്ന് നേരെ വെക്കുകയാണ് കേട്ടോ. മക്കളുള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെ ഈ കുഷ്യനെടുത്ത് കളിക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു കുഷ്യൻ കവർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നല്ല അടിപൊളി കുഷ്യൻ കവറുകളാണ്. അങ്ങനെ സോഫയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. അങ്ങനെ അകമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിന്ന് ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിലാണ്, ചിമ്മിണിക്കൂടിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. നമ്മൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുഴൽ കിണറിനാണ് കേട്ടോ വെള്ളം അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള പാറപ്പൊടിയൊക്കെ അടിയിൽ കെട്ടി നിന്നിട്ട് ടാങ്ക് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കിണറിലൊക്കെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ കിണറിലെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ടാങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മോനായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ മോന് കഴുകുന്നത് എനിക്കത്ര വൃത്തിയായിട്ട് തോന്നാത്തപ്പോൾ ഞാൻ തന്നെ അതിൽ ഇറങ്ങി ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ടാങ്കൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല വിശപ്പ് വന്നു കേട്ടോ.
പിന്നെ വേഗം തന്നെ കുളിച്ച് ചിരങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ കോഴിമുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. ചോറ് എടുത്തിട്ടുണ്ട്, ഇതാ ചിരങ്ങ ഉപ്പേരിയും അതുപോലെ കോഴിമുട്ട പൊരിച്ചതും അച്ചാറുമാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ചെറിയ മോനും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ നമസ്കരിക്കാൻ നിന്നത് കേട്ടോ. അപ്പം ടാങ്ക് കഴുകി വന്ന ഉടനെ കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നമസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ആക്കി വെക്കുകയാണ്. ഞാൻ അതൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ ബോട്ടിലേക്ക് മാറ്റിയാണ്. ഞാനിപ്പോൾ കുറച്ച് പുതുതായിട്ടുള്ള ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ജാറ് വാങ്ങിയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഇതുപോലത്തെ കണ്ടെയ്നർ പല മോഡലിലുണ്ട് അല്ലേ, നല്ല റേറ്റിലും വില കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്. ഞാനൊരു മീഡിയം റേറ്റിലുള്ള ഈ ഒരു മോഡൽ കുപ്പിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കാരണം നമ്മളെ കയ്യിൽ നിന്നൊക്കെ വീണ് പൊട്ടിപ്പോവുകയാണെങ്കിൽ വലിയ വിലൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ സാധനവും നഷ്ടപ്പെടും, അതുപോലെ ബോട്ടിലും പൊട്ടിപ്പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ ഒരു റേറ്റിലുള്ള ഈ ഒരു ബോട്ടിൽസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കടല, മമ്പയർ, ചെറുപയർ, സോയാബീൻ, കടുക്, വലിയ ജീരകം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതുപോലെ ബോട്ടിലാക്കി വെക്കുകയാണ്. ഓയിൽ ഞാനിതാ ഇതുപോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് കൊണ്ടില്ല കേട്ടോ, കുറച്ച് ബാലൻസ് ഉണ്ട് കവറിൽ. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്യാസിൻ്റെ അടുത്തായിട്ടാണ് ഓയിലും വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പും വെക്കൽ കേട്ടോ. ഇതുപോലൊരു ട്രേയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ, ഓയിൽ, ഉപ്പ് ഇതിങ്ങനെ ഒരു ഗ്യാസിൻ്റെ സൈഡിലായിട്ട് വെക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ബോട്ടിലൊക്കെ ഞാനിതാ അങ്ങോട്ടേക്ക് വെക്കുകയാണ്. പിന്നെ കുറച്ച് കുപ്പിയിലൊക്കെ ഓൾറെഡി നമ്മൾ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇന്ന് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സാധനങ്ങളൊക്കെ പാക്കറ്റായി വെച്ചതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മൾ ബോട്ടിൽ കാലി അയക്കണേ കാണുക അല്ലേ. പ്രത്യേകിച്ച് രാവിലെയൊക്കെ തിരക്കിട്ട് സ്കൂൾ പോകുന്ന സമയത്തൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കുമ്പോഴേക്കും അത് നമ്മളെ ഈ ബോട്ടിൽ ഉണ്ടാവില്ല. പിന്നെ പോയി പാക്കറ്റ് എടുത്ത് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ കളിക്കേണ്ടി വരും അല്ലേ. എല്ലാവരും ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.